100 ഡേയ്സ് ഓഫ് വെയിറ്റ് ഗെയിൻ ചലഞ്ച് ഡേ 64. രാവിലെ എനിക്ക് റെഡിയായി നേരെ ജിമ്മിലെത്തിയിട്ട് ആദ്യം ചെയ്തത് വാമപ്പാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. വർക്കൗട്ടിന് മുമ്പ് വാമപ്പ് ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും. നമ്മുടെ ബ്രീത്തിങ് കറക്റ്റാക്കി നല്ലോണം വെയിറ്റ് ലോഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വർക്കൗട്ട് ചെസ്റ്റിനാണ്. അപ്പോൾ ചെസ്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള വാമപ്പുകൾ ചെയ്തു. വാമപ്പിന് ശേഷം ചെസ്റ്റിൻ്റെ വർക്കൗട്ടിലോട്ട് കിടന്നു. കുറേ നാളായിട്ട് വെയിറ്റ് കൂടാണ്ട് ഒരേ ലെവലിൽ തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ കാരണം. ആദ്യമൊക്കെ നല്ല മടിയായിരുന്നു ഡെയിലി ജിമ്മിൽ വരാനും ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇത് രണ്ടും ഒരു ഡെയിലി റുട്ടീനായിട്ട് മാറി. ഇപ്പോൾ കറക്റ്റായിട്ട് 4 നേരം ഭക്ഷണം, ഡ്രൈ ഫ്രൂട്ട്സ്, പീനട്ട് ബട്ടർ ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രോട്ടീൻ പൗഡറും കൂടി ആഡ് ചെയ്തു. അതിലൂടെ എനിക്കുണ്ടായ ചേഞ്ചാണ് ഇപ്പോൾ ഈ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വെയിറ്റ് കൂടുന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫുഡിന് കുറച്ച് പൈസയൊക്കെ ചിലവാക്കി നല്ല ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് ഒരു ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടിയിട്ട് ജിമ്മിലും കൂടി പോയി ചേരുക. ഫുഡടി മാത്രമായിട്ട് വണ്ണം വയ്ക്കാനാണെങ്കിൽ ആ ശരീരത്തിന് ഒരു ആരോഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ജിമ്മിലെ വർക്കൗട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി കഴിക്കുന്ന ഫുഡിൻ്റെ ഒപ്പം ഏത്തപ്പഴം മുട്ടയൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പീനട്ട് ബട്ടർ മേടിക്കുക, ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കുക. എന്നിട്ട് അത്യാവശ്യം വണ്ണമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പീനട്ട് ബട്ടറൊക്കെ കൊണ്ട് ഒഴിവാക്കണം. എപ്പോഴും കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിയിട്ട് വേണ്ടാത്ത ഫുഡൊക്കെ ഒഴിവാക്കുക. പിന്നീട് നമുക്ക് ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമായിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക.
വർക്കൗട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം പോസൊക്കെ ചെയ്ത് നോക്കി. എന്നിട്ട് ജിമ്മിൽ നിന്ന് ഇറങ്ങി പിന്നെ കഴിച്ച ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. രാവിലെ വാൽനട്ട് ബദാമ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പുട്ടും ഗ്രീൻ പീസുമാണ്. ഉച്ചയ്ക്ക് മുട്ട ഓംലേറ്റ് പിന്നെ മോര് കറി. വൈകിട്ട് 2 ബോയിൽഡ് എഗ് കഴിച്ചു. ഒരു ലഡു കഴിച്ചു. രാത്രിയിൽ ഇത്തിരി വെറൈറ്റി പിടിച്ചു. ബണ്ണും പീനട്ട് ബട്ടറും തേനും കൂടി കൂട്ടി കഴിച്ചു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മാംഗോ ജ്യൂസ് കുടിച്ചു. പ്രോട്ടീൻ പൗഡർ കലക്കി കുടിച്ചു. അങ്ങനെ ഡേ 64 കംപ്ലീറ്റഡ്. ഇനി ഡേ 65.